सस्मित चारुतरा अवरामनुगच्छति वा
പങ്കെടുത്തവർക്കുള്ള ഉന്മേഷവും ഉത്സാഹവുമാണ് നമ്മളെ വീണ്ടും ഇവിടെ കൊണ്ടെത്തിച്ചത്. ഇന്ന് രാവിലെ സംസാരമധ്യേ ഗ്ലാഡിസ് പെപ്പയുടെ ഹസ്ബൻഡ് എന്നോട് പറയുന്നത് എന്തൊരു രസമായിരിക്കുന്നത്, ഇതെങ്ങനെ നടക്കുന്നത്, ഇതാർക്ക് കഴിയും, ഏത് ബാച്ചിന് കഴിയും. അവിടെ നമ്മുടെ ഉദ്ഘാടനമാണെന്നില്ല. നമ്മുടെ മധ്യ തിരുവിതാംകൂറില് ശക്തൻ തമ്പുരാന്റെ നാട്ടിൽ നിന്ന് ശക്തനായ ഒരു മയക്ക് മരുന്ന് വെടി വിദഗ്ധൻ, അദ്ദേഹത്തിന് ജന്മനാ തന്നെ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ബിരുദമുണ്ട്, MA ആർട്സിൽ. ആ വ്യക്തി ഞാൻ ക്ഷണിക്കുന്നു. ആ മനുഷ്യൻ പ്ലീസ് കം ടു ദി സ്റ്റേജ് ആൻഡ് ഇനാഗുറേറ്റ് ദി ഫംഗ്ഷൻ. എല്ലാവരും അപ്ലോസ് കൊടുക്കുക. പ്രശസ്തരായ സഹപാഠികളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, ഓരോ ഗെറ്റ് ടുഗദറും വളരെ ഗംഭീരമായിട്ടാണ് നടന്നു പോകുന്നത്. ആദ്യത്തേനേക്കാൾ വളരെ ഗംഭീരമായിരുന്നു മോഹനൻ നായരുടെ നേതൃത്വത്തിൽ എറണാകുളത്തുണ്ടായിരുന്ന ഗെറ്റ് ടുഗദർ. അതിനുശേഷം വളരെ കാലങ്ങൾക്ക് ശേഷം പരവൂര് നമ്മൾ കൂടി. അവിടെയും വളരെ മനോഹരമായ ഇതുപോലുള്ളൊരു റിസോർട്ടിലായിരുന്നു. അതിനുശേഷമുള്ള ഈ വർഷം നമ്മൾ ഒത്തുകൂടുന്നത് അതിനേക്കാൾ മനോഹരമായ ഒരു റിസോർട്ടിലാണ്. അതുകൊണ്ട് ഈ ഗെറ്റ് ടുഗദറിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇതിൻ്റെ സംഘാടകരെ ഞാൻ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. നമ്മുടെ ബാച്ചിലെ തുടക്കം മുതൽ എല്ലാ ആക്ടിവിറ്റീസിലും മുൻപന്തിയിൽ നിന്ന അതേ ആൾക്കാർ തന്നെയാണ് ഈ ഗെറ്റ് ടുഗദറിലും അതിനുവേണ്ടിയുള്ള ആവേശവും അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളും നടത്തുന്നത്. അവർക്ക് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഇനിയുമുള്ള ഗെറ്റ് ടുഗദർ ഇതിനേക്കാൾ മനോഹരമായിട്ട് നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ഞാൻ എൻ്റെ ഈ മീറ്റിംഗ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു. പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ അദ്ദേഹം റെപ്രസെന്റ് ചെയ്യുന്നത് സമൂഹത്തിലെ പല ഡിഫറെന്റ് സ്ട്രാറ്റ് ഓഫ് പീപ്പിൾ. അതിനകത്ത് രാഷ്ട്രീയക്കാരുണ്ടാവാം, കരിഞ്ചന്തക്കാരുണ്ടാകാം, ബ്യൂറോക്രാറ്റ്സ് ഉണ്ടാകാം, കള്ളവാറ്റുകാരുണ്ടാകാം, കള്ളവോട്ടടിക്കാരുണ്ടാകാം. ഇങ്ങനെയൊക്കെ ഒരുപാട് മോശപ്പെട്ട പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റി, അങ്ങനെയാണ് അവരെയാണ് റെപ്രസെന്റ് ചെയ്തത്. ബട്ട് ഐ ആം ഹിയർ ബിഫോർ യു റെപ്രസെന്റിങ് ദ മോസ്റ്റ് ക്രീമി ലെയർ ഓഫ് ദ സൊസൈറ്റി. സംസാരം ദീർഘിപ്പിക്കുന്നില്ല. അടുത്തത് നമുക്ക് ഈ രാവിലെയുള്ള മോർണിംഗ് സെഷനിൽ ഇനിയും നടക്കേണ്ടത്, നിങ്ങൾക്കറിയാം, നമുക്ക് മാത്രമായിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റ് നമുക്ക് രൂപപ്പെടുത്തി ഇത്രയും ഭംഗിയാക്കി തന്നത് നമ്മുടെ തന്നെ ഒരു എഞ്ചിനീയറിനെ സമീപിച്ചിട്ടില്ല, ഒരു IT എക്സ്പെർട്ടിനെ സമീപിച്ചിട്ടില്ല. നമ്മിൽ തന്നെയുള്ളൊരു നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്താണ്, നിങ്ങൾക്കറിയാം, പേട്ട ഡോക്ടർ ശിവപ്രസാദ്. നമസ്കാരം. ഡോക്ടർ സുഗതൻ ഒരു നവംബർ 25 കൊണ്ടാണ് മരിക്കുന്നത്. ഈ വെബ്സൈറ്റിനായി എന്നോടൊന്ന് പറയുന്നത്. അതൊരു അദ്ദേഹം ഒരു ബ്ലോഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബ്ലോഗ് ഉണ്ട് ഇപ്പോഴും. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയിട്ട്, കാരണം ഈ ഡാറ്റ എല്ലാം കൂടെ ജസ്റ്റ് കൺഫ്യൂസ്ഡ് ആയിട്ട് കിട്ടിയ ഡേറ്റ് വെച്ചിട്ട് ഒരു
5 മാസം കൊണ്ട് അത് ചെയ്തു. പക്ഷേ ഈശ്വരാധീനം കൊണ്ട് അത് ഭംഗിയായിട്ട് വരികയാണ്. അത് എൻ്റെ ഒരു കഴിവൊന്നും അല്ല അതിനകത്ത്, ഈശ്വരാധീനം, അതാണ് സത്യം. അത് ഭംഗിയായിട്ട് വന്നു. ഇനി അതിൻ്റെ ഇനോഗ്രേഷൻ നടത്തിയിട്ട് അതിൽ 3-4 പോയിന്റ്സ് പറയാം. ഡെമോൺസ്ട്രേഷൻ ഒന്നും അല്ല, 3-4 പോയിന്റ്സ് മാത്രം പറയാം. ഇത് സിൽവർ സ്റ്റെപ്പ് 75. ഇപ്പോൾ www.thissilver-step75.com എന്നാണ് എൻ്റെ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ഡോക്ടറുടെ കിട്ടും. അയക്കുന്നുണ്ടായിരുന്നു. പിന്നെ തൊട്ടടുത്തുള്ളത് നമ്മുടെ ഒന്ന് ഡോക്ടർ ഷാനവാസ് അലുക്കിന് ആർട്ടിക്കൽ എഴുതിയിട്ടുണ്ട്. ചെറുതാ ചെട്ടിയാണെങ്കിൽ കാരണം കൊണ്ട് വരാൻ പറ്റില്ല. പിന്നെ ഇതിൽ പറയാനുള്ളത് മെയിനായിട്ട് ഇതിൽ ഡീറ്റെയിൽസ് അതൊക്കെ ആർട്ടിക്കിൾസ് ബെസ്റ്റ് ഷാനവാസ് ചെയ്ത പോലെ എൻ്റെ മെയിലിൽ തന്നാണ്, പേഴ്സണൽ മെയിൽ. ആർട്ടിക്കിൾസ് എൻ്റെ മെയിലിൽ അയച്ചാണ്. ഇറ്റ് വിൽ കൺവീനിയൻസ്. മെയിൽ DRG ഡോട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ വെബ്സൈറ്റ്. ഓക്കെ, ഇനിയിപ്പോൾ ഇന്ത്യയുടെ ടെക്നോളജിയുടെ കാലത്ത് ഈ വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ മേ ബി 50 മെമ്പേഴ്സ്. അതുകൊണ്ട് ഫേസ്ബുക്ക് ഈ വെബ്സൈറ്റ് മാത്രമല്ല, ഞാൻ ഈ ക്യാൻസർ എന്നാണ് പേഷ്യൻസിന് പൈസ കൊടുക്കുക. അതായത് ഇതിനകത്ത് നമുക്ക് പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ ഫേസ്ബുക്കിന് യൂസ് ചെയ്ത് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നമുക്ക് പറ്റുന്ന നല്ല കാര്യത്തിൽ ഏത് ടെക്നോളജി മനുഷ്യരുടെ നന്മയ്ക്കാണ്. അതുകൊണ്ട് അങ്ങനെയും ഇപ്പൊ തന്നെ ലൈക്ക് കുറവാണ്. എൻ്റെ പേരിൽ എനിക്ക് തോന്നുന്നു ലൈക്ക് കുറവാണ്. അതൊരു upasanalike.com തന്നെ ഞാൻ ഇത് കൊടുത്തിട്ട് ലൈക്ക് കുറവാണ് എൻ്റെ ഇതിൽ തന്നെ. നമ്മുടെ സ്റ്റെപ്പ് ഇപ്പോൾ ആദ്യം നമ്മൾ ഗൂഗിളിലെ സ്റ്റെപ്പ് നടത്തി കഴിഞ്ഞാൽ ആദ്യത്തെ 6-7 ഇൻഡെക്സ് വരുന്നത് നമ്മൾ തന്നെയാണ്. സോ യു ഡോണ്ട് ഹാവ് ടു ഫൈൻഡ് എനിത്തിങ്, ജസ്റ്റ് പുട്ട് സിൽവർ സ്റ്റെപ്പ് വിൽ കം. ഈ പറഞ്ഞ പോലെ ഓപ്പൺ ചെയ്തപ്പോൾ ഇറ്റ് ഈസ് മൈ പ്രസന്റ് മൈൻഡ്. അതിനാദ്യം പറഞ്ഞ പോലെ ഡയറക്റ്റ് പോകാം, എബൌട്ട് പോകാം, കോൺടാക്ട്സ് പോകാം. യു ക്യാൻ യൂസ് ഇറ്റ് ഫോർ ഇന്ററാക്ഷൻ എമംഗ് യുവർ ഫ്രണ്ട്സ്. ഇന്ററാക്ഷൻ നിങ്ങൾക്ക് നമുക്ക് പാസ്വേഡ് അടിച്ചാലേ കാണാം. പക്ഷെ ഈവൻ ഇതിനകത്ത് ആർക്കും മോശം ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അതിനകത്ത് ആർക്കും കയറി എന്തെങ്കിലും മോശമായിട്ട് എഴുതി കഴിഞ്ഞാലും അതിനുള്ള അവകാശം ഉണ്ടാവില്ല. ഇറ്റ് വിൽ ബി സ്ക്രീൻഡ് ബൈ ദി യുവർ മാസ്റ്റർ. ഈ സിംസൽ ഡൂയിങ്. അപ്പൊ നമ്മൾ ഇടുന്ന സാധനം ഒരാൾ കണ്ടിട്ട് അതിനകത്ത് വേസ്റ്റ് ചെയ്യാൻ പറ്റും. ഈവൻ ഇഫ് യു നമ്മുടെ ആരെങ്കിലും മോശപ്പെട്ട് എഴുതി കൊടുക്കും, വി ക്യാൻ ഡിലീറ്റ്. അപ്പൊ ആ ടൈപ്പ് ഓഫ് ഇന്ററാക്ഷൻ ഈസ് പോസിബിൾ. Like you said, if you want to donate it to some charity or which we have to do. ഇനിക്കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നമ്മൾക്ക് ഏകദേശം ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞു. We don't need money for ourselves, not even for our children, but we can give to charity. അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു നമ്മൾ. നല്ല കാര്യം ദൈവാനുസരണമായിട്ട് ഉണ്ടാക്കി. അതിൻ്റെ ഒരു നല്ല കാര്യം he is doing that. Like he said ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സൈറ്റിലുണ്ടല്ലോ ലവ് കൊണ്ട് മാത്രം നടക്കേണ്ട കാര്യം. All applause from the certified batch. അവര് പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് ഒരാൾ ചെയ്താൽ മതി. ഒരു മീൻസ് അതങ്ങനെ തൽക്കാലം അതെങ്ങനെയാണ്, കാരണം അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടുണ്ട്. At the same time, കഴിഞ്ഞാൽ we can put the data which will go by itself to others. Is it correct? അതല്ല, ഫേസ്ബുക്ക് ലോകത്ത് ആർക്കും ചെയ്യാമല്ലോ. അതിനകത്ത് ഇത് ഫേസ്ബുക്കിന് ഫ്രീഡം കൂടുതലാണ്. പക്ഷെ ഫേസ്ബുക്ക് അതിന്റെ പ്രശ്നങ്ങളുണ്ട്. അല്ലെങ്കിൽ ആർക്ക് എന്ത് ചെയ്യാം, ആർക്കും ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യാം. പക്ഷെ ഇതിന്റെ ഒരു പ്രൈവസിയാണ് ഇതിലിപ്പോ നിൽക്കുന്നത് തന്നെ. വേറൊരാൾ എടുക്കുമ്പോൾ അത് ഇപ്പോൾ ഉള്ള ഇത് ഐ തിങ്ക് മനസ്സിലാക്കി ഇത് നോക്കി ഒരു വർഷം നോക്കിയിട്ടുണ്ട്. അപ്പൊ ആക്ച്വലി he means efforts. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ ആവശ്യമുണ്ടെങ്കിൽ you can contact any of us and we can help you. അപ്പൊ അഡ്രസ് പലതിനകത്ത് ഇപ്പോൾ ഇമെയിൽ ഇടാത്തത് പല ഫോണിലൂടെയും ഒക്കെ നമ്മൾ ബന്ധപ്പെട്ടു. കുറച്ച് പേര് നല്ല രീതിയിൽ പ്രതികരിച്ചു. അപ്പോൾ അങ്ങനെ കിട്ടിയ ഒരു തുക കയ്യിലുണ്ടായിരുന്നു. അതിൽ ഒരു 50,000 റുപ്പീസ് ഒരു 2 weeks ബാക്ക് ഞങ്ങൾ രാജേശ്വരിയുടെ വീട്ടിൽ കൊണ്ട് കൊടുത്തു. പിന്നെ അടുത്തതായിട്ട് അനദർ 50,000 ഇനി ശ്രീകുമാരിയുടെ മകന് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നു.
അത് ശ്രീമയുടെ മകൻ ഈ സദസ്സിലെത്തിയിട്ടില്ല. ആ കുട്ടിക്ക് വേണ്ടി ഡോക്ടർ ചന്ദ്രമോഹൻ ആ ചെക്ക് ഒന്ന് സ്വീകരിക്കുന്നതായിരിക്കും. ചന്ദ്രമോഹൻ ശ്രീമയുടെ മകനെ ഈ ചെക്ക് എത്തിക്കുന്നതായിരിക്കും. ഇനി ഒരു കാര്യം മനഃപൂർവ്വം മറന്നതല്ല, ഇതിന് ശേഷം ആകട്ടെ എന്ന് പറയാതിരുന്നതാണ്. നമ്മളിവിടെ ഇരുന്നിങ്ങനെ ഈ സന്തോഷത്തോടുകൂടി ഇവിടെ ഇരുന്ന വളരെ ആഹ്ലാദപരമായി ഇതെല്ലാം ആസ്വദിക്കുമ്പോൾ ഇവിടെ ഉണ്ടാകേണ്ടിയിരുന്ന കുറച്ച് പേര് നമ്മോട് വേർപിരിഞ്ഞ് നേരത്തെ പോയിട്ടുണ്ട്. നമുക്ക് മുൻകൂട്ടി സീറ്റൊക്കെ റിസർവ് ചെയ്യാൻ വേണ്ടി. അവരെ മറക്കുന്നില്ല, മറന്നതുമല്ല. ഈ തിരക്ക് കഴിഞ്ഞിട്ട് അവരെ കുറിച്ച് ഓർക്കാമെന്ന് വിചാരിച്ചു. അവരുടെ ആത്മാവിന് നിത്യശാന്തി നേരുന്നതിന് വേണ്ടി എല്ലാവരും ഒരു മിനിറ്റ് എഴുന്നേറ്റ് നിന്ന് അവരെ ഓർക്കുക, അവർക്ക് നിത്യശാന്തി നേരുക. ഉണ്ടാതിരിക്കുന്നതാണ്. ശ്രീമാരി വളരെ ചെറുപ്പത്തിലുള്ളവരാണ് നമുക്കെല്ലാവർക്കറിയാം. പക്ഷേ വളരെ ഇതായിട്ട് നമുക്ക് അതിനകത്ത് ഇന്ററാക്ട് ചെയ്യാൻ പറ്റി. പുള്ളിയുടെ അവസാന നിമിഷങ്ങളിൽ അദ്ദേഹത്തിൻ്റെ 2 ആൺകുട്ടികളുണ്ട്. ഒരാളിപ്പോൾ ജോലിയിലുണ്ട്, ഒരാളിപ്പോൾ വിദ്യാഭ്യാസം തുടരുകയാണ്. അതിലേക്ക് വേണ്ടിയാണ് നമ്മൾ ഈ ബെനവലന്റ് ഫണ്ടിനെ കൊടുക്കാൻ. ആ കുട്ടിക്ക് ഇപ്പോൾ ഈ കൊല്ലം ഏകദേശം 40,000 രൂപ ഫീസ് കൊടുക്കണമായിരുന്നു. അപ്പോൾ അതിലേക്കായിട്ടാണ് നമ്മൾ ഈ ഫീസ് കൊടുക്കുന്നത്. അപ്പോൾ എപ്പോഴും ഇന്ററാക്ട് ചെയ്യുന്നത് ചന്ദ്രമോഹനാണ്. ചന്ദ്രമോഹൻ തിരിച്ച് ഞങ്ങളാരെങ്കിലും വിളിക്കും. സോ വി ഹാവ് ഡൺ വാട്ട് ഈസ് പോസിബിൾ ജസ്റ്റ് ലൈക്ക് അവർ സൺ എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നതിൽ സന്തോഷമുണ്ട്. ആ സന്തോഷം തുടരണം. ഇന്നിപ്പോൾ ഇരിക്കുന്നതിൽ ആരെങ്കിലും ഒരാൾ സന്തോഷമായിട്ട് ഇപ്പം ഞാൻ തന്നെ എനിക്ക് മരിക്കാൻ സന്തോഷമാണ്. എന്ന് വെച്ചാൽ ഐ ആം ഹാപ്പി ആൻഡ് ഷുവർ ദാറ്റ് ഐ വിൽ ബി ടേക്കൻ കെയർ ഓഫ്. ബാക്കി ഞാൻ വിട്ടിട്ട് പോകുന്നതിനെ സന്തോഷമായിട്ട് സ്വീകരിച്ച് അതിനുവേണ്ട ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരു സമൂഹം നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യണം. അതിലെല്ലാവരും നമ്മൾ സന്തോഷിക്കണം എന്ന് മാത്രം പറയും. പിന്നെ നമ്മൾ പഴയ നേരത്തെ ഓർമ്മിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിരുന്നപ്പോൾ തന്നെ നഷ്ടപ്പെട്ടാണ് മുത്താര. മുത്താര ഇന്ന് ജീവനോടുണ്ടായിരുന്നെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഡോക്ടേഴ്സ് ഈവൻ ദ ഹോൾ ലോകം അറിയുന്ന ഒരു ആർജവവും ഊർജ്ജസ്സുമുള്ള ഒരു സഹപാഠിയായിരുന്നു. എന്തുകൊണ്ടോ അത് ആ കാലത്തിൽ പോയിരുന്നു. രണ്ടാമതായിട്ട് ഡോക്ടർ ലതിക, ഡോക്ടർ ശ്രീമാർ ഇവിടെ ഉണ്ട്. ഡോക്ടർ ലതികയുടെ മരണം ഇതേപോലെ വളരെ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ പെട്ടെന്നുണ്ടായ ഒരു രക്തസ്രാവം, ബ്രെയിൻ ഡാമേജ് ഉണ്ടായി. കുറച്ച് ദിവസം ICUലായിരുന്നു, കിംസിലായിരുന്നു ചികിത്സ. ആ സമയത്ത് ശ്രീമാർ പല പ്രാവശ്യം വിളിച്ചിരുന്നു. വേണ്ടതെല്ലാം ചെയ്യാൻ കഴിഞ്ഞെങ്കിലും ആ ജീവൻ നിലനിർത്താൻ കഴിഞ്ഞില്ല. അവിടെ ചെറിയ ബുദ്ധിമുട്ടുണ്ടായി. ആ ജീവൻ മരണശേഷം അവരുടെ ശരീരം വിട്ട് ഭൗതിക ശരീരം വിട്ടിട്ടാൻ കുറെ താമസിച്ചതിനായിട്ട് ഇടപെടേണ്ടി വന്നു. എനിക്ക് മരണപുഷ്ടി തന്നെ പറയേണ്ടി വന്നു. പക്ഷെ അത് സാധിച്ചെടുത്തു. അവരുടെ നിയമം രാത്രി ബോഡി കൊടുക്കുന്നതല്ല എന്ന് പറഞ്ഞിട്ടൊരു ന്യായം പറഞ്ഞു. കിംസിന്റെ ഡയറക്ടർ ആ രീതി നടക്കില്ല. അത് 10 മിനിറ്റിനകത്ത് ബോഡി അവിടുന്ന് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ കിംസുകാർ ഇവരെ അറിയുമെന്നുള്ളൊരു ഭീഷണി തന്നെ പുരട്ടേണ്ടി വന്നു. ശ്രീമാർ ആ ദുഃഖം കുറച്ചാൾ സ്വന്തമായിട്ട് നടന്നു നമ്മളുമായിട്ട് പങ്കുവയ്ക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ അതിൽ നിന്ന് വിരുദ്ധരായി വരുന്നു. അദ്ദേഹം ഇപ്പോൾ സാമാന്യമായ സാധാരണമായ ജീവിതത്തിലേക്ക് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന് നമ്മൾ കുടുംബത്തിന് എന്നും നമ്മളുടെ സഹകരണവും ഉണ്ടാവും എന്നുള്ളത് ഞാൻ എല്ലാവർക്കും പറയാം. ചെയ്തിരുന്നു. ആ ഇടയ്ക്കാണ് പുള്ളിക്ക് എന്താ പെട്ടെന്ന് അസുഖം ഉണ്ടായി, പ്രഷർ ഉണ്ടായിരുന്നു. അതുമൂലം രക്തസ്രാവം ഉണ്ടായിട്ട് ബ്രെയിൻ ഹെമറേജ് എന്തോ ഉണ്ടായിട്ടാണ് പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ ഏകദേശം 6 വർഷത്തോളം ആവും. കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആനുവൽ ഹലോ സെക്രട്ടറി ഉച്ചയ്ക്ക് ശേഷം എത്തുന്നുള്ളൂ. അദ്ദേഹത്തിന് വളരെ വളരെ അത്യാവശ്യമുള്ളൊരു കാര്യത്തിന് അദ്ദേഹം പോയിരിക്കുകയാണ്. ഉച്ചയ്ക്ക് എന്തായാലും എത്തും. അപ്പോൾ ട്രഷറർ എന്ന സ്ഥാനത്ത് ഈ ഇരിക്കുന്ന മഹാനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ട്. പക്ഷെ കുറച്ചേ പറയുന്നുള്ളൂ. കാരണം എത്ര പറഞ്ഞാലും തീരത്തില്ല. കടൽ പോലെ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റികൾ. ഞങ്ങൾ ഈ പല പ്രസിഡന്റ്, സെക്രട്ടറി, മറ്റേത് മറിച്ചതൊക്കെ ഇരിക്കുന്നെങ്കിലും ഇതൊന്നൊക്കെ ഈ സ്ഥാനങ്ങൾ ഈ കാണുന്ന ദിവസം മാത്രമേ ഉണ്ടായതുള്ളത്. ഐ എം കൺഫ്യൂസിങ് ഫോർ ഒരു കാര്യമില്ല. ഇത് ഒരു വൺ മാൻ ഷോ ആയിരുന്നു. ഈ എല്ലാം വൺ മാൻ ഷോ ആയിരുന്നു. ഈ ഒരു വ്യക്തി മാത്രം തുടക്കം മുതൽ ഈ ഡോക്ടർ സുഗതൻ്റെ പ്രവൃത്തിയാണ് അതിൻ്റെ പരിണതഫലമാണ് ഈ ഇത്രയും അസംബ്ലിംഗ് നടന്നത്.
നമുക്കൊന്നും യാതൊരു റോളുമില്ല. ഇന്ന് രാവിലെ എത്തി മൈക്കും പിടിച്ച് നിൽക്കുന്നു. മൈക്ക് കാണുമ്പോൾ പണ്ടും എനിക്ക് ഹരമാണ്, ഞാനങ്ങനെ നിൽക്കുന്നു മാത്രമേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ഒരു റോളുമില്ല, ശിവപ്രസാദിന് യാതൊരു റോളുമില്ല. ഈ എല്ലാ മാസവും കൂടി കഴിഞ്ഞ അക്വാസറിൽ നിന്ന് പിരിഞ്ഞതിന് ശേഷം എല്ലാ മാസവും ഞങ്ങൾ ഒരു 7 പേര് കൂടുന്ന ബാച്ച് കൂടുമായിരുന്നു. ഞങ്ങൾ നമ്മുടെ വിഷമങ്ങളും സന്തോഷങ്ങളും പങ്കുവയ്ക്കുമായിരുന്നു. ഈ വരാൻ പോകുന്ന 2012 സിൽവർ സ്റ്റേത്ത് ഫാമിലി ഗ്യാതറിങ്ങിനെ കുറിച്ച് സംസാരിക്കുമായിരുന്നു. അതിൻ്റെ ഓരോ പ്ലാനുകൾ പറയുമായിരുന്നു. ഇങ്ങനെ പലയിടത്തും പോയി വെന്യൂ ചൂസ് ചെയ്യാൻ പോയിട്ടുണ്ട്. ഇതൊക്കെ ആണെങ്കിൽ തന്നെ ഇതിൻ്റെ എല്ലാം A to Z ഇതിൻ്റെ പെർഫോമർ ഡോക്ടർ സുഗതനാണ്. എല്ലാവരെയും ക്ഷണിച്ചത് ഞാനാണ്. അതുകൊണ്ട് എല്ലാവരും ഇവിടെ വന്നതിന് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഒരു പ്രശ്നം പ്രത്യേകം പറയാനുള്ളത്, ഇന്ന് സെക്രട്ടറി ആബ്സെൻ്റ് ആണ് എന്ന് പറയാൻ പറ്റില്ല. ഉച്ചയ്ക്ക് എത്തുമെന്നാണ് പറയുന്നത്. പുള്ളിയുടെ അമ്മാവൻ മരിച്ചതിൻ്റെ അണ്ടബലി അത് അവിടെ ഒരു ഇതിലും പോകാതിരിക്കാൻ പറ്റൂല എന്ന് എന്നെ പറഞ്ഞ് ഇന്നലെയാണ് എന്നെ വിളിച്ച് പറഞ്ഞിട്ട് പോകുന്നു. ഇന്ന് രാവിലെ പോയിട്ട് ഐലൻഡിൽ തിരിച്ചെത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സെക്രട്ടറിയുടെ ചില കാര്യങ്ങൾ ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 22 മെയ് 2011 അക്വാസറിൽ വെച്ച് നമ്മളെടുത്ത തീരുമാനം ഒന്നൊരു ബോഡി 75 ബാച്ചിൻ്റെ ഒരു സംഘടന ഉണ്ടാക്കുക. അതിന് നമ്മുടെ സിൽവർ സ്റ്റെസ് എന്ന് പേര് കിട്ടും. സിൽവർ സ്റ്റെസ് 75 എന്നാണ്. അതിൽ തന്നെയാണ് ആ പേര് ഇട്ടാണ് വെബ്സൈറ്റ് ഉണ്ടായിരിക്കുന്നത്. സിൽവർ ജൂബിലി ബാച്ച് ആയതുകൊണ്ട് സിൽവർ എന്നുള്ള പേരെടുത്ത് സ്റ്റെത്ത് എന്നുള്ള പേര് ഡോക്ടറിൻ്റെ ആയതുകൊണ്ട് സ്റ്റെത്ത് എന്നും കൂട്ടി 75 ആ ബാച്ചിൻ്റെ വർഷം ഇതും കൂടെ ചേർത്ത് നമ്മളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കുകയും ചെയ്ത് ഒരു സംഘടന ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പം അതിൻ്റെ പേരിൽ നമ്മൾ വർക്കല SPT ബ്രാഞ്ചിൽ ഒരു അക്കൗണ്ടും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ തീരുമാനം, ഒന്ന് സംഘടന ഉണ്ടാക്കുക, 2 വെബ്സൈറ്റ് തുടങ്ങുക. വെബ്സൈറ്റ് തുടങ്ങാൻ ഷാനവാസിനെ സമീപിച്ച് ഷാനവാസിൻ്റെ പലപ്പോഴും ഞാൻ പറഞ്ഞു, നടന്നില്ല. ഇങ്ങനെ പലരെയും തിരക്കി അവസാനം വിചാരിച്ചു ശിവപ്രസാദിനെ ഒന്ന് കണ്ടു നോക്കാം. ശിവപ്രസാദിനെ കണ്ടു, സംഭവം നടന്നു. ഞാൻ ശിവപ്രസാദും കൂടെ ശകലം ബുദ്ധിമുട്ടി ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി. എല്ലാവർക്കും ഇപ്പോൾ ആ വെബ്സൈറ്റിൽ ഫോട്ടോയും എല്ലാം കാണാം, അഡ്രസ്സ് കാണാം, ഫോൺ നമ്പർ കാണാം, എവരിത്തിങ് യു ക്യാൻ കോൺടാക്ട് എനി പേഴ്സൺ. അടുത്തത് ഒരു ബിനവലൻ ഫണ്ട് കളക്ട് ചെയ്യണമെന്ന് അന്നൊരു തീരുമാനത്തിലെത്തി. നമ്മുടെ സഫറിങ് ക്ലാസ്മേറ്റ്സിന് വേണ്ടി എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കുക, അങ്ങനെ ഒരു തീരുമാനം അന്നുണ്ടായി. ആ ബിനവലൻ ഫണ്ടിലേക്ക് എല്ലാവർക്കും ലെറ്ററുകളും അയച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും റെസ്പോണ്ട് ചെയ്തില്ല, കുറച്ച് പേര് റെസ്പോണ്ട് ചെയ്തു. കിട്ടിയ കാശ് കൊണ്ട് നമ്മുടെ 2 പേർക്ക് നമ്മുടെ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് രാജേശ്വരിക്ക് 50,000 രൂപയും ശ്രീമാരുടെ മകന് 50,000 രൂപയും കൊടുത്ത് കഴിഞ്ഞു. ബാക്കി അക്കൗണ്ടിൽ അത് പറയാം. പിന്നെ 4ാമത്തെ ഒരു ഡിസിഷൻ കൂടെ അന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു മ്യൂച്വൽ ബെനിഫിറ്റ് സ്കീം എന്ന് പറഞ്ഞൊരു ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് നടപ്പായില്ല. ഷാനവാസിനെയാണ് ഏൽപ്പിച്ചിരുന്നത്. അത് എന്തോ കാരണത്താൽ നടപ്പായില്ലെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അത് മാത്രം നടന്നില്ല. അത് എൻ്റെ കീഴിൽ വരാത്തത് കൊണ്ട് ഷാനവാസ് ഏറ്റെടുത്തു, പക്ഷെ അത് നടപ്പായില്ല. ഓപ്പണിംഗ് ബാലൻസ് നെല്ലാണ്. ഇൻകം ഫ്രം 2015 ഗെറ്റ് ടുഗദർ അറ്റ് പരവൂർ 21,250 റുപ്പീസ് ബാലൻസ് കിട്ടിയിട്ടുണ്ട്. ബിനവലൻ ഫണ്ട് കളക്ഷൻ ഫ്രം മെമ്പേഴ്സ് ഓഫ് 2012 അതിൽ 15 പേര് കാശ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പേരിവിടെ വായിക്കാം. ബിൽമ വ്യാസ് 5000 രൂപ, നസീമ ബിവി 5000 രൂപ, സതീഷ് കുമാർ 25,000, ജോൺ ജോൺ 5000 രൂപ, സൂസൻ മേരി ജോർജ് 15,000 രൂപ, ഇക്ബാൽ 5000 രൂപ, ജയരാജ് 15,000 രൂപ, സുരേഷ് ജി 15,000 രൂപ, ഫ്രാൻസിസ് ബോസ്കോ 5000 രൂപ, പാപ്പച്ചൻ 25,000, ശിവപ്രസാദ് എസ് 5000 രൂപ, അശോകൻ 5000 രൂപ, ഹമീദ് ജെ റസൂൽ 5000 രൂപ, അബ്ദുൽ ജബ്ബാർ 15,000 രൂപ, സുഗതൻ കെ 5000 രൂപ. അങ്ങനെ 15 പേര് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതെന്ന് 1,50,000 രൂപ കിട്ടിയിട്ടുണ്ട് ബിനവലൻ ഫണ്ട് കളക്ഷൻ. I should say special thanks to Sadish Kumar for sending
മണി ഇമ്മീഡിയറ്റ്ലി ആസ് ഹി ഗോട്ട് ദ ലെറ്റർ. ആദ്യമായിട്ട് സതീഷ് കുമാറാണ് ലെറ്റർ കിട്ടി പിറ്റെന്ന് ചെക്ക് അയച്ചു തന്നിട്ടുണ്ട്. അത്രയും സ്പീഡിൽ പുള്ളി ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അക്കൗണ്ട് പാസ്സാക്കാമോ? ഒന്ന് അടുത്ത വർഷത്തെ കമ്മിറ്റി, 2 ആനുവൽ ഗ്യാതറിങ് വേണമോ അത് വൺസ് ഇൻ 2 ഇയർ മതിയോ, 3 വെന്യൂ. ഇങ്ങനെ 3 സുപ്രധാനമായ കാര്യങ്ങൾ തീരുമാനിക്കണം. ആദ്യമായിട്ട് ഇനി നമുക്ക് ഈ വർഷം നമ്മുടെ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ സമാപനമാണ്, അതിൻ്റെ വാലിഡിക്ടറിയാണ്. അപ്പോൾ അടുത്ത വർഷത്തേക്കുള്ള ഒരു കമ്മിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഈ ചാരിറ്റി മെഷേഴ്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കണം. അത് ആര് വേണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു തീരുമാനം ആദ്യം. അതിന്റെ ആശയം നമ്മളിപ്പോൾ വളരെ ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2000 ആക്ച്വലി 118 വരെ കണ്ടാണ് അന്ന് രജിസ്റ്റർ ചെയ്തത്. വൺ ഓഫ് ദി ലാർജസ്റ്റ് ഇൻ ദ ഹോൾ മെഡിക്കൽ കോളേജ് ഓഫ് ട്രിവാൻഡ്രത്തിന്റെ ഗ്രൂപ്പായിരുന്നു. ഇത്രയും പേരെ സംഘടിപ്പിച്ച് ആരും നടന്നിട്ടില്ല ഇതുവരെ. ഇപ്പൊ അതിൽ നിന്ന് ഇന്നിപ്പോ 48 പേരായിട്ട് നമ്മൾ ചുരുങ്ങി എന്ന് പറയാൻ പറ്റില്ല. 48 പേരുടെ ആ സ്ട്രെങ്ത് ഇപ്പോഴും ഉണ്ട് നമുക്ക്. അപ്പൊ 2012 എന്നുള്ളത് 2015. ബാക്കി ബാച്ച് ഇപ്പൊ ചെയ്യുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കിടക്കുന്നതുകൊണ്ട് എനിക്ക് വന്നത് എല്ലാ ബാച്ചും മീറ്റ് ചെയ്യുമ്പോൾ ഞാൻ പോയി മീറ്റ് ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ ഈ അലുമിനി അസോസിയേഷനിൽ ചേരാൻ വേണ്ടി അവർ ആവശ്യപ്പെടുന്നത്. ആ അലുമിനി അസോസിയേഷന്റെ രീതിയാണ് ഞാൻ എവരുടെ അക്കാഡമി എന്ന് പറഞ്ഞിട്ടത്. ആക്ച്വലി 65 സെന്റ് സ്ഥലം മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ വേണ്ടി ഗവൺമെന്റ് മാർക്ക് ചെയ്ത സ്ഥലം അവിടെ ഒരു 10 നില ബിൽഡിംഗ് നമ്മളിപ്പോ വിഭാവനം ചെയ്ത് വരികയാണ്. ഏകദേശം 3 കോടി രൂപയോളം ഗവൺമെന്റ് തരുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ടാവും. ആ രീതിയിൽ ബിൽഡിംഗ് അവിടെ വരുമ്പോ എല്ലാ കോളേജിലെയും എല്ലാ ബാച്ചസിനും റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ഒരു സംഘടന എന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ ഒരു സ്ഥലം ഉണ്ടാവും, സൗകര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ആ രീതിയിലുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഐഡന്റിറ്റി അക്കാഡമി ആക്ച്വലി നോട്ട് മെന്റ് ഫോർ ദി ഫിലോസഫത്തിന് വേണ്ടിയുള്ള ആർട്ടിക്കിൾ അല്ലായിരുന്നു. ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ ദി നാഷണൽ ഹിന്ദുവിൽ കിട്ടിയത് വളരെ ഭംഗിയായിട്ട് എല്ലായിടത്തുണ്ട്. അതേപോലെ പല ഹൈ പൊസിഷനിലും നമ്മുടെ ആ ക്ലാസ്മേറ്റ്സ് എത്തിയിട്ടുണ്ട്. അവർക്കെല്ലാം ആദ്യമേ പറയട്ടെ, പണ്ടേ എനിക്ക് ഈ മൈക്ക് പിടിക്കാൻ പേടിയാണ്. പണ്ട് മുതൽ എനിക്ക് സ്റ്റേജിൽ കയറാൻ പേടിയാണ്. മുട്ട് കൂട്ടിയിടിക്കും, ശബ്ദം ഇടറിപ്പോൾ പറയാൻ വരുന്നത് മറന്നു പോകും. ഇങ്ങനെ പിള്ളേരെ വലിയ പഠിപ്പിക്കലൊന്നും ഇപ്പോൾ ഇല്ല. ഇപ്പോൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ആയതുകൊണ്ട് പിള്ളേരെ പഠിപ്പിക്കണ്ട. അത്യാവശ്യം ഇതുപോലെ ആ പരിസരത്തോടൊക്കെ നടന്ന് കിട്ടിയേച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ ഒരു ദുരനുഭവം കൊണ്ടാണ് പണ്ട് ഞാൻ സ്റ്റേജിൽ കയറാൻ പഠിക്കുന്നത്. പണ്ടൊരിക്കലും സ്കൂൾ യുവജനോത്സവത്തിൽ ഈ റെസിറ്റേഷൻ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അപ്പോൾ അതിൽ ഒരു പേര് കൊടുക്കുക എന്നൊരു കടുങ്കഴി ഞാൻ ചെയ്തു. എന്നിട്ട് ഷേക്സ്പിയറുടെ ആസ് യു ലൈക്ക് ഇറ്റ് എന്നുള്ള ഒരു കവിത പഠിച്ച് നല്ല ഹൃദയസ്ഥമാക്കി പോയി കഴിഞ്ഞ് സ്റ്റേജിൽ കയറി കഴിഞ്ഞ് ആദ്യത്തെ ഓൾ ദ വേൾഡ്സ് സ്റ്റേജ് ആൻഡ് ഓൾ ദ മെൻ ആൻഡ് വിമൻ പ്ലേയേഴ്സ് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് തുടങ്ങി. 4 വരി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അറിയത്തില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്താലും അങ്ങോട്ട് ഓർക്കുന്നില്ല. 2002 മീറ്റിങ്ങിന് ഞാൻ വന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് പല കാരണങ്ങളാൽ എനിക്ക് വരാൻ പറ്റിയില്ല. ഈ പ്രാവശ്യം നാളെ ഒരു മീറ്റിംഗ് വെച്ചിരുന്നത്. അപ്പോൾ ഇന്ന് എനിക്ക് വരാൻ പറ്റുമോ പറ്റത്തില്ലയോ എന്ന് ഇന്നലെ വൈകുന്നേരം വരെ എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷെ എനിക്ക് ഒരു കാര്യം മാത്രം അറിയാം, എനിക്ക് എല്ലാവരെയും കാണണം. സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളൊക്കെ വളരെ സീനിയർ ഒരു വ്യക്തിയായത് കൊണ്ടാണ് 2 കാര്യങ്ങൾ പറയാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. ഞാനും ഒരു 1969 ബാച്ച് DPS സ്റ്റുഡൻ്റ്. ഞങ്ങളുടെ ബാച്ചിൽ ഞങ്ങൾ എല്ലാ വർഷവും എല്ലാ ഡിസംബർ ലാസ്റ്റ് സൺഡേ ആണ് ഞങ്ങൾ ഗെറ്റ് ടുഗദർ. എല്ലാ വർഷവും ഡിസംബർ ലാസ്റ്റ് സൺഡേ ഫിക്സഡ് ഡേ ഗെറ്റ് ടുഗദർ. ഞാനാണ് എല്ലാ വർഷവും ഈ ഗെറ്റ് ടുഗദർ ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെല്ലാവരുടെയും ഒരു നൊസ്റ്റാൾജിയാണ്. എനിക്ക് തന്നെ വളരെയധികം സന്തോഷമുണ്ട് നിങ്ങൾ ഭംഗിയായിട്ട് ഈ മീറ്റിംഗ് അറേഞ്ച് ചെയ്തത്. സുഹൃത്തിനെയും ഇക്ബാലിനെയും ഷാനവാസിനെയും എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുവാനായിട്ട് ഈ അവസരം നിയോഗിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പ്രോഗ്രാം എല്ലാ വർഷവും കണ്ടിന്യൂ ചെയ്യണം. ഞങ്ങളെല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഞങ്ങളുടെ എല്ലാ സഭയ സപ്പോർട്ടുകളും നിങ്ങൾക്കുണ്ടാവും എന്ന് ആശംസിച്ചുകൊണ്ട് ബാക്കിയുള്ളവർക്കും എല്ലാവർക്കും എല്ലാവിധ മംഗളങ്ങളും. വളരെ സന്തോഷമുണ്ട്. എല്ലാ ബാച്ചിലും ഈ പറഞ്ഞ എൻ്റെ വൈഫ് ഡോക്ടർ ശൈലമ്മയുടെ ഈ ഗെറ്റ് ഇയർലി എല്ലാ മീറ്റിങ്ങിലും മുന്നിൽ നിൽക്കുന്നുണ്ട്. ആൾക്കാരെങ്കിലും ഇടയ്ക്കിടയ്ക്ക് കാണണമെന്ന് വലിയ ആഗ്രഹമുള്ള കൂട്ടത്തിലാണ് ഞാൻ. കഴിഞ്ഞ പ്രാവശ്യം വരാൻ പറ്റാത്തത് ക്ഷമിക്കണം.
എൻ്റെ മിസ്സിന് ഇളയ മോനെ വിളിക്കാനായിട്ട് കാഞ്ഞപ്പള്ളിയിൽ പോയിട്ട് വന്നു. എൻ്റെ മോള് ഫൈനൽ ഇയർ MBBS അമൃതയിൽ പഠിക്കുന്നു. അപ്പോൾ അവൾക്ക് നാളെ പരീക്ഷ ആയതുകൊണ്ട് അവൾ കിട്ടുമായിരിക്കും. അതിനാൽ എനിക്ക് മാത്രമേ വരാൻ സാധിക്കുള്ളൂ. ഇത്രയും നല്ല ഒരു പ്രോഗ്രാമിൽ ഇനി തീർച്ചയായിട്ടും ഞാൻ എല്ലാ പ്രാവശ്യവും പങ്കെടുക്കുന്നതാണ്. കഴിഞ്ഞ നമ്മുടെ മീറ്റിംഗ് എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. എറണാകുളത്ത് വെച്ച മീറ്റിങ്ങിൽ നമ്മുടെ ഗാദറിങ്ങിൽ ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ കുടുംബവും പങ്കെടുത്തിരുന്നു. ഞാനിപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സർജറി അഡീഷണൽ പ്രൊഫസറാണ്. വൈഫ് കൊല്ലം ജില്ലാ ആശുപത്രിയിലെ കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ്. ഞാൻ ഈ ബാച്ചിലെ രാഞ്ചറ്റർ എന്ന് പറയും. രാഞ്ചറ്റല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഭാരമുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഓർമ്മ കാണും. പലരെയും പലപ്പോഴും ഇപ്പൊ കാണുമ്പോൾ കണ്ടു, പക്ഷെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. എല്ലാവരും നരച്ച് വൈഫും മോളും ഉണ്ട്, അവര് ഇവിടെ ഇരിപ്പുണ്ട്. വല്ലതും പറയും. ഞാനൊരു അഭിപ്രായം പറയാം. എന്തായാലും നിങ്ങളെല്ലാരും പഴയ പോലെ ഒന്ന് യുണൈറ്റ് ചെയ്യും. പക്ഷേ എനർജി വരട്ടെ. എല്ലാരും ഒന്ന് ഓരോരുത്തരുടെ ഫാമിലി ആയിട്ട് വന്ന് കോൺട്രിബ്യൂട്ട് സംതിങ് which you get the pleasure from the college. അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ when you go to the hospital, എന്തെങ്കിലും ഓരോ ഈവന്റ് ഓരോരുത്തരുടെ ലൈഫിൽ മെമ്മറബിൾ ആയിട്ട് കാണിച്ചോ. With friends or with family, get expressed with each other and enjoy. That's my suggestion as a younger one, but keep doing. I think you can follow. ഒട്ടും ഒരു ലൈവ്ലി അല്ലാത്ത ഇത്രയധികം ചൂട് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. അത് എൻ്റെ ഒരേ ഒരു ഭാര്യ കഴിഞ്ഞ വർഷം കാണിച്ചില്ല. അപ്പോൾ ഒരു കുറച്ചുകൂടെ ലൈവ്ലി ആവണം എന്നാണ് എൻ്റെ ആഗ്രഹം. നിങ്ങളൊക്കെ ഇപ്പോൾ വയസ്സായ ആളുകളെ പോലെ ഇരിക്കുന്നത്. നമുക്ക് വയസ്സൊന്നും ആയിട്ടില്ല, കുറച്ച് തുള്ളി കളിക്കാനുള്ള എനർജിയൊക്കെ വേണ്ടേ. ഈ അത്യാവശ്യം ഒക്കെയുണ്ട്, ഇങ്ങനെ വെറുതെ അല്ല. വെറുതെ ഒരു ഭാര്യ, വെറും ഒരു ഭാര്യ. അപ്പോ വെറുതെ അല്ല ഭാര്യ. കുറച്ചുകൂടെ എനർജറ്റിക് ആവുക, ഉത്സാഹഭരിതരാവുക. വല്ലപ്പോഴും ഒക്കെ കൂടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരെയും പരിചയപ്പെടുത്തുക, കാണുക, സന്തോഷിക്കുക, ചിരിക്കുക. എൻ്റെ ഗുരുസ്ഥാനീയരാണ് ഇവിടെ ഇരിക്കുന്നത്. എന്തായാലും എല്ലാവരെയും കണ്ടതിലും ഇങ്ങനെ ഒരു ഗെറ്റ് ടുഗദർ അറേഞ്ച് ചെയ്ത ആൾക്കാർക്കാണ് ശരിക്കും ആദ്യം കൺഗ്രാജുലേഷൻസ് പറയേണ്ടത്. ആൻഡ് ഈ പറഞ്ഞ പോലെ നമുക്ക് ഐ തിങ്ക് കുറച്ചും കൂടെ ലൈവ്ലി ആക്കണം തോന്നുന്ന ഈ ഗ്യാദറിംഗ്. 2000 സ്മൃതിയിൽ അറ്റൻഡ് ചെയ്ത ശേഷം ഏകദേശം എനിക്ക് തോന്നുന്നു ആഫ്റ്റർ 12 ഇയേഴ്സ് തിരിച്ച് ഞാൻ ഗൾഫിലെ സാമാന്യം നീണ്ട ഒരു ജീവിതത്തിന് ശേഷം തിരിച്ച് നാട്ടിലെത്തിയിരിക്കുകയാണ്. ഞാനിവിടെ അനന്തപുരി ഹോസ്പിറ്റലിൽ SK ഹോസ്പിറ്റലായിട്ട് കൺസൾട്ടൻ്റായിട്ട് ജോലി ചെയ്യും. എല്ലാം ഈ മീറ്റിങ്ങിൽ പങ്കെടുത്ത് എനിക്ക് സന്തോഷമുണ്ട്. പറഞ്ഞ പോലെ ഞാൻ വലിയ സ്റ്റേജിലൊന്നും കയറി പരിചയമില്ല. പക്ഷേ സുരേഷ് പറഞ്ഞു തന്നെങ്കിലും പിന്നെ വന്നപ്പോൾ കാര്യമൊക്കെ മാറി. ഞാൻ പക്ഷെ പറഞ്ഞത് തന്നെ സത്യമാണ്, എനിക്ക് വലിയ പരിചയമില്ല. അത് പറഞ്ഞു. ഹസ്ബൻഡ് മുരളീധരൻ നായർ, മക്കള് 2 പേര്. സീനിയർ ബാച്ചിലാണ് ഉണ്ടായിരുന്നത്. ഇപ്പം അഴിമതിയെ പറ്റി പറയുമ്പോഴത്തേക്കും എനിക്ക് പറയാനുള്ളത്, നമ്മൾ വലിയൊരു പ്രാധാന്യമൊന്നും നമ്മൾ ചിലപ്പോൾ ആദ്യമൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ ഇപ്പം തന്നെ നമ്മുടെ അലുമിനി എടുത്ത് നോക്കിയാൽ നമ്മുടെ പാരൻ്റ് അലുമിനി, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് അലുമിനി എന്തെല്ലാം വലിയ വലിയ കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ അവിടെ ചെയ്യുന്നുള്ളത് നമ്മൾ അന്വേഷിച്ച് നോക്കിയാൽ അറിയാം. എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട് ഇവിടെ നിൽക്കാൻ. എൻ്റെ ഹസ്ബൻഡ് I got married in 84 and he passed away in 89 and we lived together for 5 years and out of that he was bedridden for 1.5 years and my elder son was at that time 5 years and my second son was 3 months. So I got that courage at that time to do that and I was fighting alone from that time onwards. Alone, singly, nobody is there to help me. Not my family and not my husband's family. ശോഭ ഇപ്പോൾ SIT ഹോസ്പിറ്റലിൽ പീഡിയാട്രിക്സിൽ വർക്ക് ചെയ്യുന്നു. ഹസ്ബൻഡ് 2 കുട്ടികൾ. കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് വരാൻ പറ്റിയില്ല, പരീക്ഷയായിരുന്നു. നാളെയും ഒരാൾക്ക് പരീക്ഷയാണ്, എന്നാലും ഇത്തവണ വന്നേ തീരൂ എന്നുള്ളതിൽ ഞാൻ കൊണ്ടുവന്നതാണ്. സുരേഷ് പറഞ്ഞ പോലെ നമ്മൾ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നില്ലെങ്കിലും നമ്മൾ ചിലപ്പോൾ എന്താണ് പഠിപ്പിക്കുമ്പോഴൊക്കെ നിങ്ങളുടെ ക്ലാസ് കുട്ടികളുടെ കാണും, നിങ്ങളുടെ മക്കളെ കാണും, അല്ലെങ്കിൽ ചിലപ്പോൾ റെഫറൻസ് ലെറ്റർ വല്ലതും കാണും. അപ്പോൾ ആ ക്ലാസ്മേറ്റ് എന്നുള്ളൊരു അഫെക്ഷൻ, ആ ബോണ്ടിങ്, അത് സുരേഷ് പറഞ്ഞ പോലെ നമ്മൾ കണ്ടില്ലെങ്കിലും എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കും. താങ്ക് യു.
എല്ലാവർക്കും എൻ്റെ ഒരു നമസ്കാരം. ഒരു കാര്യം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ശോഭ കോണ്ടാക്ട് കീപ്പ് ചെയ്യുന്നതിനെക്കാട്ടും നിങ്ങളുടെ ബാച്ചിൽ എല്ലാവരും എനിക്ക് പല എൻ്റെ ഫ്രണ്ട്സാണ്. ബിക്കോസ് ഐ സീ ദം ഫ്രീക്വൻ്റ്ലി, ഐ എക്സ്ചേഞ്ച് ഐഡിയാസ്, ഞാൻ എല്ലാവരുമായിട്ട് കോണ്ടാക്ട്. ഹസ്ബൻഡ് പോലെ ഇവിടെ ഉണ്ട്. അവരെ 6-6:30 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ഭക്ഷണം കഴിക്കാതെ ഇവിടെ ഇരിക്കുന്നവരോട് ഇടയ്ക്കിടയ്ക്ക് ലൈവ്ലി ആവണം ഒരു കാര്യം. ഇനി ഭക്ഷണം കഴിച്ചാലേ അവരൊക്കെ ലൈവ്ലി ആവുള്ളൂ. എല്ലാവരും ഒരേ മറന്നുപോയി, എനിക്കറിയാം. പ്രശ്നം എൻ്റെ തന്നെ. ഞാൻ ആദ്യത്തെ ആദ്യമായിട്ടായി മീറ്റിന് വരുന്നത്. അതിന് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് ചോദിച്ചാൽ there is no explanation. As simple as that. ഞാൻ ബൃന്ദ. കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ ഇവിടെ എത്തിയത്. അപ്പോഴാണ് സുഗതൻ്റെ ലെറ്റർ എനിക്ക് കണ്ടപ്പോൾ വലിയ സന്തോഷമായി. എല്ലാവരും ഒന്ന് കാണാൻ കുറേ നാളുകൾക്ക് ശേഷം സാധിക്കില്ലെന്ന് ഓർക്കുന്നത്. അപ്പം ഞാൻ കഴിഞ്ഞ 32 വർഷത്തിന് മുമ്പുള്ള ആ അറ്റ്മോസ്ഫിയറിലേക്ക് ഞാൻ എത്തി. വലിയ സന്തോഷമുണ്ട് എല്ലാവരെയും കണ്ടത്. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് വടകര ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലാണ് ENT ആയിട്ട്. പിന്നെ 2000 മീറ്റിംഗ് ഞാൻ വന്നിരുന്നു. അതിന് ശേഷം എനിക്ക് വരാൻ പറ്റിയിട്ടില്ല പല കാരണങ്ങളാലും. ഈ മീറ്റിൽ പങ്കെടുത്ത് നിങ്ങളെല്ലാവരെയും കണ്ടത് വളരെ വളരെ സന്തോഷം. നമ്മൾ പഴയ വളരെ ആൾക്കാർ നേരിട്ട് കാണാനും പരിചയം പുതുക്കാനൊക്കെ സാധിച്ചു. ഇപ്പോൾ മനസ്സിലായി കാണാം. ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ ENTയുടെ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നത്. എൻ്റെ വൈഫ് ഡോക്ടർ മോനി, പുള്ളി കോട്ടയത്ത് തന്നെയാണ് അനസ്തീഷ്യ അഡീഷണൽ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇത് മോള്, അവൾ BTech കഴിഞ്ഞിട്ട് യൂണിയൻ ബാങ്കിലെ അസിസ്റ്റന്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. എനിക്ക് സുരേഷ് ജിയെ കാണുമ്പം അല്ല, അടുത്ത കണ്ണൂരിലെ ശശി തരൂറിനെ ആണ്. ഈ മെഡിക്കൽ കോളേജ് സ്റ്റേജിലെങ്ങും കയറിയിട്ടില്ല എന്ന് പറയുന്നത് തെറ്റാണ്. ഈ ഇരിക്കുന്ന 2 പേരും അവിടെ തറയിലിരുന്ന് ജ്യോത്സ്യന്മാർ പ്രശ്നം വെക്കുന്ന പോലെ ഒരു കോളേജിലേക്ക് ഇരുന്ന് പാട്ട് പാടിയതാണ്. ഓഫ്താൽമോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുക. ഗവൺമെൻറ് സർവീസ് കിട്ടിയെന്ന് ഞാൻ ഇപ്പോൾ ജോയിൻ ചെയ്തില്ല. എൻ്റെ ഹസ്ബൻഡ് മർച്ചൻ്റ് നേവിയിലായിരുന്നുണ്ട്. പിള്ളേർ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒന്ന് നമ്മുടെ ക്ലാസ്സിൽ മാരേജ് നിങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും. മിക്കവാറും എല്ലാവരും ഒന്ന് വന്നിരുന്നു എൻ്റെ മാരേജിലെന്ന് തോന്നുന്നു. 2 കുട്ടികൾ, 2 ബോയ്സ്. ഇപ്പോൾ 2 പേരുടെ മാരേജ് കഴിഞ്ഞു. ഞാനൊരു മുത്തശ്ശിയായി. മൂത്തവനൊരു പെൺകുട്ടിയുണ്ട്, 2 വയസ്സായി. ഇവർക്കൊന്നും ഇവരാരും സ്ഥലത്തില്ല. ഞാൻ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ. ഇപ്പം ഹസ്ബൻഡ് വന്നിട്ടില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു, ഓഫ്താൽമോളജിസ്റ്റ്. ഹസ്ബൻഡ് ഓഫീസ്. മൂത്ത മകൻ ജിതിൻ, സിംഗപ്പൂരിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, നോട്ട് മാരീഡ്, എലിജിബിൾ ബാച്ചിലർ, ആപ്ലിക്കേഷൻസ് ഇൻവൈറ്റഡ്. ഹെൽത്ത് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തു. ട്രിവാൻഡ്രത്ത് ശ്രീരാമകൃഷ്ണ മിഷൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. ഹസ്ബൻഡ് കെൽട്രോണിൻ്റെ ചെയർമാനായിട്ട് വർക്ക് ചെയ്യുന്നു. 2 ആൺമക്കളാണ്. മൂത്തയാളെ IRCT കസ്റ്റംസിൽ പ്രൊബേഷൻ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. 2ാമത്തെ ആൾ BA എക്കണോമിക്സിന് പഠിക്കുന്നു. ഞാൻ 2000 സ്മൃതിയിൽ പങ്കെടുത്തിരുന്നു. അത് വളരെ ഒരു എനർജറ്റിക്, ഒരു വെരി ബിഗ് ക്രൗഡായിരുന്നല്ലോ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് ഓഡിറ്റോറിയത്തിലെ ഗ്യാതറിങ്. പക്ഷേ അതിൻ്റെ ഒരു 1/3 ഉള്ളതെന്നാണ് എനിക്ക് ഇപ്പം തോന്നുന്നത്. ഇപ്പോൾ SIT ഹോസ്പിറ്റലിൽ ഗൈനക്കിൻ്റെ ഹെഡായിട്ട് വർക്ക് ചെയ്യുന്നു. ഇങ്ങനെ ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ചതിൽ എനിക്കിവിടെ വരാൻ പറ്റിയതിൽ എനിക്ക് സുഗതനോട് ഒരുപാട് നന്ദിയുണ്ട്. സുഗതൻ എപ്പോഴും പറയും വിളിച്ചാൽ കിട്ടാറില്ല, ഫോൺ എടുക്കാറില്ല, ഐ എം സോറി. എന്നാലും വരാൻ പിന്നെ സുഗതൻ്റെ എന്താ പറയണ്ടേ, ഈ പുറകെ നടന്നുള്ള വിളി കാരണം വന്നതാണ്. താങ്ക് യു സോ മച്ച്. എനിക്ക് പലരെയും മനസ്സിലായില്ല, അതുപോലെ തന്നെ പലർക്കും എന്നെയും മനസ്സിലായില്ല. അതുകൊണ്ട് എൻ്റെ പേര് ശ്രീകുമാർ, വർക്കലയിൽ നിന്നാണ്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ പോയത് എന്ന് വെച്ച് ഞാൻ കുറച്ച് നാളത്തേക്ക് ഒരു ഷോക്കിലാണെങ്കിലും സാധാരണ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള പ്രസാദാത്മകത്വം കഴിയുന്നിടത്തോളം പാലിച്ചുകൊണ്ട് ഓരോ നിമിഷവും സന്തോഷത്തോടുകൂടി മറ്റുള്ളവർക്ക് ഹാനികരമല്ലാത്ത എല്ലാ സന്തോഷങ്ങളും ആസ്വദിച്ചുകൊണ്ട് ഞാൻ ജീവിക്കുന്നു. വരണമെന്ന് വലിയ ആഗ്രഹം നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും ഇന്നലെ ഇപ്പോൾ ഒരു വൈറൽ ഫീവർ അടിച്ചു. പക്ഷേ ഭാഗ്യം കൊണ്ട് ഇന്ന് രാവിലെ വലിയ കുഴപ്പമില്ലാന്ന് തോന്നി. അതുകൊണ്ട് പിന്നെ വരാമെന്ന് വിചാരിച്ചു. മീറ്റിങ്ങിന് വരാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ട്രിവാൻഡ്രത്തുണ്ടായിരുന്ന 2000 സ്മൃതിക്ക് എനിക്ക് എത്താൻ പറ്റിയില്ല. അബദ് പ്ലാസയിൽ വെച്ച് നടന്ന മോഹൻ നായർ ഓർഗനൈസ് ചെയ്ത ആ മീറ്റിങ്ങിൽ ഞാനുണ്ടായിരുന്നു. വളരെ സന്തോഷകരമായിരുന്നു. അത് നല്ല ഗ്യാതറിംഗ് ആയിരുന്നു. 78 പേരോ 80 പേരോ ഉണ്ടായിരുന്നു. നല്ലതായിട്ട് വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മീറ്റിംഗ് ആയിരുന്നു. ഇവിടെ നേരത്തെ വൈഫ് എന്ന് പറയുമ്പോൾ 2 എക്സ്പെൻഷൻ ഉണ്ട്. വലിയ മഹാൻ പറഞ്ഞിട്ടുണ്ട്, വൈഫിന് 2 എക്സ്പെൻഷൻ ഉണ്ട്. അറിയാമല്ലോ എല്ലാവർക്കും. മിസ്റ്റർ ഇൻവൈറ്റഡ് ഫോർ അവർ, അത് ഒരു ആദ്യത്തെ ഒരു 2-3 കൊല്ലം. അത് കഴിഞ്ഞിട്ട് വെറി ഇൻവൈറ്റഡ് ഫോർ അവർ. ഇനിയാണ് എക്സ്പാൻഷൻ. അപ്പം ഞാൻ ഈ 2ാമത് പറഞ്ഞ എക്സ്പാൻഷൻ വരുന്നതല്ല, ഇവിടെ ഇരിക്കുന്ന ആളുടെ
ഭാര്യമാർ. വിസ്റ്റ ഇൻവൈറ്റഡ് ഫോർ ആണ്. വൈഭവ് ഡിഷ് ഹോസ്പിറ്റൽ ഓഫ് കാർമലൈസിട്ട് വർക്ക് ചെയ്യാണ്. ഇപ്പോഴാണ് ഒരു മീറ്റിങ്ങിലേക്ക് പങ്കെടുക്കാനായിട്ട് എല്ലാവരെയും കാണാനായിട്ടൊരു സാധ്യത ഉണ്ടായി. അപ്പോൾ മുഖം മറന്നു പോകണ്ട എന്ന് വിചാരിച്ചിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ട. എൻ്റെ മിസ്സസ് സുനിത, എനിക്ക് ഒരു മകളുണ്ട് നിരഞ്ജന. ഇപ്പോൾ 3ാം വർഷം എഞ്ചിനീയറിംഗിന് കൊല്ലം അമൃതയിൽ പഠിക്കുകയാണ്. അപ്പോൾ അത് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രം ഈ സ്റ്റേജിലേക്ക് വിളിച്ചു എന്ന് മാത്രം. 4 പേരക്കുട്ടികളുടെ അപ്പനാണ് ഞാൻ. മൂത്ത ആളിന് ഇപ്പോൾ മോഹൻലാൽ എടുത്ത് പറഞ്ഞു ഞാനാണല്ലോ ഗ്രാൻഡ് ഫാദർ എന്ന് അവൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അവൻ്റെ എത്ര വയസ്സായി? 5 വയസ്സായി. 7 വയസ്സായ ഒരു മോളുണ്ട്. കൊച്ചുമൊക്കെ 7 വയസ്സായി. അതിൻ്റെ താഴെ 3 പേര്. അങ്ങനെ 4 പേരക്കുട്ടികളുടെ അപ്പനാണ് ഞാൻ. അപ്പോൾ കുറച്ച് അഹങ്കാരം എനിക്കാണ്. തിങ്കൾ തോഴിയേരി വാസന്തവിൽ വന്ന കവണ്ണ ദേവതകൾ ദേവതല്ലേ. തിങ്കൾ തോഴിയേരി വാസന്തരാവിൽ വന്ന കവണ്ണ ദേവതല്ലേ. നീ വിശ്വലാവണ്ണ ദേവതല്ലേ. തേൻകനിയില്ലെങ്കിലും പൂമരത്തുമ്പിക്ക് പൂങ്കുലയെന്നെന്നും പൂങ്കുലതാൻ അള്ളാഹു വെച്ചതാ മല്ലലൊന്നില്ലയിൽ അള്ളാഹുവെ തന്നെ മറക്കില്ലേ നമ്മൾ അള്ളാഹുവെ തന്നെ മറക്കില്ലേ. വല്ലികൾ
കാലം പാടി വരും തെന്നലേ തെന്നലേ അല്ലിമലർക്കാവുകളിൽ വള്ളികളിൽ ഉയലാടും തെന്നലേ തെന്നലേ. സ്വർഗകുമാരികളല്ലോ നിങ്ങളീ ഭൂമിയിൽ ഇല്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യമീ ലോകം. സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ. അനുഭൂതിയോടുകൂടി ഇന്നത്തെ ഞങ്ങളുടെ ഈ കഥാപ്രസംഗ പരിപാടി സമാരംഭിക്കട്ടെ. അഭിവാദനങ്ങൾ. ഞാൻ ഇന്നിവിടെ അവതരിപ്പിച്ച ശ്രീ തിരുനെല്ലൂർ കരുണാകരൻ എഴുതിയ ഒരു അടിമപ്പെണ്ണിൻ്റെ കഥ എന്ന കവിതയെ ആസ്പദമാക്കിയുള്ള കഥാപ്രസംഗ ആവിഷ്കാരം. സുഹൃത്തുക്കളെ, ഈ കഥ നടക്കുന്നത് അങ്ങ് റഷ്യയിൽ സമർക്കണ്ട് എന്ന് പറയുന്നൊരു പ്രദേശത്താണ്. അവിടെ യുദ്ധം ചെയ്ത് യുദ്ധത്തിൽ തടവിലാക്കിയ കുറേ ചെറുപ്പക്കാർ, കുറച്ച് സ്ത്രീകൾ. ആ തടവിലാക്കപ്പെട്ട അതിലൊരു സ്ത്രീ, അല്ലെങ്കിൽ ഈ സ്ത്രീകൾ എവിടുന്ന് വന്നു, ഈ തടവിലാക്കപ്പെട്ട ഈ സ്ത്രീകൾ എവിടുന്ന് വന്നു? അത് മറ്റൊന്നും വന്നതല്ല, അടരിൽ ഏകത റഷ്യയിൽ നിന്നയാൾ അടവിലാക്കിയ സൗന്ദര്യമാണവൾ. അടരിൽ ഏകത റഷ്യയിൽ നിന്നയാൾ തടവിലാക്കിയ സൗന്ദര്യമാണവൾ. 60 കഴിഞ്ഞപ്പൂറമെത്തിയോർ അരജനാശ പോൽ ആനന്ദമേകുവാൻ നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. അന്നു നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. ചന്ദനമണിവാതിൽ പാരിചാരി കണ്ണിൽ തിരയിടത്തി ശൃംഗാര ചന്ദ്രികേ നീരാടി നീതിൽ എന്നായിരുന്നു ചന്ദനമണിവാതിൽ പാരിചാരി കണ്ണിൽ തിരയിളത്തി ശൃംഗാര ചന്ദ്രികേ നീരാടി നീ നിൽക്കി തിങ്കളാഴ്ച നോയമ്പെന്ന് മുടക്കും ഞാൻ തിരുവില്ലാമലയിൽ നേദിച്ച് കൊണ്ടുവരും ഇളനീർക്കുടമെന്നുടയ്ക്കും ഞാൻ തങ്കഭസ്മക്കൂറിയിട്ട തമ്പൂരാട്ടി നിന്റെ തിങ്കളാഴ്ച നോയമ്പെന്ന് മുടക്കും ഞാൻ. ചുണ്ടുകൾ ചുംബനം കുതിക്കവേ ചന്ദ്രലേഖമുകിലിനോടെന്തു ചൊല്ലി അറിയുമോ? പ്രണയിനിയുടെ ചുണ്ടുകൾ ചുംബനം കുതിക്കവേ ചന്ദ്രലേഖമുകിലിനോടെന്തു ചൊല്ലി അറിയുമോ?
പൂങ്കിനാവിൻ